തെസ്മിത്തിനെ കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയണമെന്നൊരാഗ്രഹമുണ്ട്. കാരണം ഈ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ 13 വയസ്സുള്ള ഈ മോളെ കണ്ടുപിടിക്കാനായിട്ട് മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയും എല്ലാവരും ഒരുപോലെ തന്നെ ഒറ്റക്കെട്ടായി നിന്ന് എന്ന് വേണം പറയാനായിട്ട്. ഇന്നലെ മുതൽ പ്രാർത്ഥിക്കുകയായിരുന്നു, കുഞ്ഞിനെ കിട്ടണേ, സുരക്ഷിതമായി കിട്ടണേ എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. ദൈവം സഹായിച്ച് അങ്ങനെ കിട്ടി. അപ്പോൾ തെസ്മിത്തിനെ കുറിച്ച് അറിയാത്തവർക്കുണ്ട്, ഞാൻ പറഞ്ഞുതരാം. 13 വയസ്സുള്ളൊരു കുട്ടി ഒറ്റയ്ക്ക് പോയത് 1600 കിലോമീറ്ററാണ്. അസം സ്വദേശികളായ ഇവർ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് താമസിക്കുകയായിരുന്നു. ഈ തെസ്മിത്തിൻ്റെ ഫാദറിനൊരു ഹോട്ടലിലാണ് ജോലി, അമ്മയും അവിടെ എന്തോ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെസ്മിത്തിനെ കാണാതാവുന്നത് തെസ്മിത്ത് വീട്ടിൽ നിന്ന് വഴക്കിട്ടാണ് ഇറങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെസ്മിത്തിൻ്റെ അച്ഛന് 2 ഭാര്യമാരാണുള്ളത്. അതിൽ ആദ്യത്തെ ഭാര്യയിലുള്ളതാണ് തെസ്മിത്തും പിന്നെ ഒരു സഹോദരൻ. മൂത്ത കുട്ടി 19 വയസ്സുള്ള കുട്ടി ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ തെസ്മിത്ത് പിന്നെ താമസിക്കുന്നത് തെസ്മിത്തിൻ്റെ രണ്ടാം അമ്മയുടെ 2 മക്കളും 2ാം അമ്മയും ഈ അച്ഛനും കൂടിയാണ് താമസിക്കുന്നത്. അപ്പോൾ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കുണ്ടാക്കും. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ ഏത് വീട്ടിലും വഴക്കുണ്ടാവുന്നതാണ്. 13 വയസ്സുള്ള ഈ കുട്ടിയും മറ്റുള്ള 2ാം അമ്മയിലുള്ള 2 കുട്ടികളും തമ്മിൽ വഴക്കുണ്ടായി. ഇവരാരും ഉണ്ടായിരുന്നില്ല, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. അവർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് മറ്റു കുട്ടികൾ കംപ്ലയിൻറ്റ് ചെയ്തു, ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി എന്നുള്ളത് പറയുമ്പോൾ തെസ്മിത്തിനെ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെയുള്ള അടുത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടി ഉപദ്രവിക്കാറുണ്ട്, അതിൻ്റെ കരച്ചിൽ കേൾക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിഷമം സഹിക്കാൻ വയ്യാതെ തെസ്മിത്ത് ആ വീട് വിട്ട് ഇറങ്ങുകയാണ്. കയ്യിലൊരു 50 രൂപയും പിടിച്ചുകൊണ്ട് ആ കുട്ടി ഇറങ്ങി. എങ്ങോട്ട് പോകണമെന്നറിയില്ല. കുട്ടി കഴക്കൂട്ടിൽ നിന്ന് ഏതൊരു ബസ്സിൽ കയറി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി. അതിനുശേഷം അവിടെ നിന്ന് ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. അത് എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല, അതങ്ങ് കയറിപ്പോയി. തിരുവനന്തപുരത്ത് ഇറങ്ങി. അതിന് ശേഷം അവിടെ നിന്ന് മറ്റൊരു ട്രെയിനിന് പോകുന്നു, ബംഗാളിലോട്ടുള്ള ട്രെയിനായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുട്ടി എങ്ങനെ പോയി എല്ലാ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മാധ്യമങ്ങൾ ഇതിൽ വളരെ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. കുട്ടി പോയ കാര്യങ്ങളും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ 24 ന്യൂസ് വഴിയാണ് ഈ വിശാഖപട്ടണത്തുള്ള മലയാളികൾ ഇത് അറിയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടി, ഇങ്ങനെ ട്രെയിനിൽ കുട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കണമെന്ന് അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് വിശാഖപട്ടണത്തുള്ള മലയാളികൾ ട്രെയിനിൽ കയറി നോക്കുകയും അങ്ങനെ അവർ കമ്പാർട്ട്മെൻറ്റൊക്കെ നോക്കിയപ്പോൾ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കുറച്ച് അസം സ്വദേശികളായ ആൺകുട്ടികളുടെ ഇടയിൽ പേടിച്ച് വിഷമിച്ചിരിക്കുന്നു. കാരണം കുട്ടിക്ക് അറിയില്ല എങ്ങോട്ട് പോകണമെന്ന്. അസം സ്വദേശികളെ ആയ ആൺകുട്ടികളെ കുട്ടിക്ക് പരിചയവുമില്ല. അപ്പോൾ തന്നെ ഇവർ കുട്ടിയുടെ പേര് ചോദിച്ചു, തസ്മിത്ത് അല്ലെന്ന് ചോദിച്ചപ്പോൾ തന്നെ കുട്ടി എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഇറങ്ങി പോരുകയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വേണം പറയാൻ. കാരണം കറക്റ്റ് സമയത്ത് തന്നെ ഇവർക്ക് അവിടെ ചെല്ലാനും ആ കുട്ടിയെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞു. അല്ലെങ്കിൽ നാളെ നമ്മൾ കേൾക്കേണ്ടത് മറ്റൊരു വിഷമകരമായൊരു വാർത്തയായിരിക്കും. അതിനൊന്നും ഇടവരുത്താതെ തന്നെ ചെയ്തു. പക്ഷേ ഇതിനു മുമ്പ് നമുക്ക് ഈ കുട്ടിയെ കിട്ടുമായിരുന്നു. കാരണം കുട്ടി തിരുവനന്തപുരത്തോട്ട് പോണ ട്രെയിനിൽ കയറിയപ്പോൾ അതിൽ 2 പെൺകുട്ടികൾ പറയുന്നുണ്ട് ഈ കുട്ടി ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. അതുപോലെ കുട്ടിയുടെ മുഖമെല്ലാം കണ്ട് ഡ്രസ്സൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ബാഗിലൊക്കെ പൊടി അവിടെ വീണ പോലെയൊക്കെ ഒരു ദേഹത്തൊക്കെ പൊടികളുണ്ടായിരുന്നു. കുട്ടി ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ കയ്യിലാകെ 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാവരും ശ്രദ്ധിച്ചു. അങ്ങനെ അവരൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ. ഫോട്ടോ എടുത്ത് അതിന് ശേഷമാണ് ഇവർ ന്യൂസ് ചാനലിൽ കൂടെ എല്ലാം ഇങ്ങനെ ഒരു കുട്ടി മിസ്സായിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത എല്ലാം കേൾക്കുന്നത്. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇന്ന കുട്ടിയെ ഈ ട്രെയിനിൽ അങ്ങോട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ ഒരു ഇടപെടൽ കുറച്ചും കൂടി ഒരു ഇതായിരുന്നില്ല. അതായത് ഈ കുട്ടീനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടു, വിഷമകരമായി ഇരിക്കുന്നു, കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നു, പേടിച്ചിരിക്കുന്നു, ഡ്രസ്സിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ വീണതുപോലെ അവർക്ക് സംശയമുണ്ട്. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, ഓക്കെ. പക്ഷെ അവരത് റെയിൽവേ പോലീസിനെ അറിയിക്കുകയോ കുട്ടിയെ അതൊന്നും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ദൂരം കുട്ടിക്ക് സഞ്ചരിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. എന്താണെങ്കിലും ചിലപ്പോൾ അവർ പത്രം ചിന്തിച്ചിട്ടുണ്ടല്ലോ. അവർ പറയുന്ന അവർ ട്രെയിനിൽ ഇറങ്ങി റെയിൽവേ പോലീസ് ഉണ്ടോ എന്ന് നോക്കി. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല, അതുകൊണ്ട് തന്നെ അവർ കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാതെ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ട്രെയിനും വിട്ടുപോയി. അപ്പോൾ കുട്ടി അതിന് മുമ്പ് കിട്ടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും മലയാളി കുട്ടി ആയിക്കോട്ടെ, ഏതെങ്കിലും ഭാഷക്കാരി കുട്ടികളായിക്കോട്ടെ, ഇങ്ങനെ ഒറ്റപ്പെട്ട നിലയിൽ എവിടെ കണ്ടാലും നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചത് നന്നായി, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അവരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ നമ്മൾ റെയിൽവേ പോലീസിനെയോ അല്ലെങ്കിൽ മറ്റു പോലീസിനെയോ അറിയിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളല്ലേ, അവർ വഴക്കിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ കുട്ടിയെ കിട്ടിയപ്പോൾ വിശാഖപട്ടണത്തിൽ നിന്നുള്ള അവർ നോക്കി കുട്ടീനെ വിളിച്ചു. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന്, ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് കുട്ടീനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് മോള് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞ് വഴക്കിട്ട് പോന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങോട്ടാണ് പോകണം അതിനൊന്നും അറിയില്ല. അസമിലേക്ക് പോകണം, ഏത് ട്രെയിനിൽ കയറണം, എങ്ങനെ പോകണമെന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് അത്രയും ദൂരം. അപ്പോൾ എന്താണെങ്കിലും കുട്ടി സേഫായിട്ട് സുരക്ഷിതരായി എത്തി എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഈ ഒരു കാര്യത്തിൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയാസും എല്ലാവരും ഒരുപോലെ തന്നെ പ്രയത്നിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല.
ഇതറിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാരും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. അമ്മമാർ ചിലപ്പോൾ പിണങ്ങിയൊക്കെ ചെയ്യും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട് ക്രൂരമായി ഇതിനും കുട്ടിയെ എപ്പോഴും പിണങ്ങാറുണ്ട്. അതൊക്കെ നമുക്കറിയില്ല, അതൊക്കെ പോലീസും തന്നെ അന്വേഷിക്കട്ടെ. അങ്ങനെ ഒരു ഉപദ്രവം കുട്ടി നേരിട്ടിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കട്ടെ. അല്ലാത്ത പക്ഷം വെറുതെ ഒരു പിണക്കമാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്നും പറയാനില്ല. കുട്ടിക്ക് ആ ഒരു ബുദ്ധി ആ ഒരു സമയത്ത് തോന്നിയ വിഷമകരമായി, ചിലപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ആ കുഞ്ഞു കുട്ടികളായിരിക്കാം, ഇളയ സഹോദരങ്ങളായിരിക്കും തെറ്റ് ചെയ്തത്. അപ്പോൾ എന്നെ മാത്രം പിണങ്ങിയല്ലോ എന്ന് ഓർത്തതിൻ്റെ വിഷമം കൊണ്ട് പോയതായിരിക്കാം. എന്താണെങ്കിലും പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് ആ കുട്ടിയോട് വിശദമായ കാര്യങ്ങൾ ചോദിക്കട്ടെ. കാരണം കുട്ടിക്ക് ഇനി പീഡനങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നല്ല നടപടി എടുക്കട്ടെ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ചെറിയൊരു വഴക്ക് ഒരു തല്ലൊക്കെ കൊണ്ടിട്ടാണ് പോയതെങ്കിൽ തിരിച്ചെന്തായാലും അവർക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. അപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ എവിടെയാണെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് കണ്ടാൽ കുട്ടിക്ക് അറിയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ട്രെയിനിലിരുന്ന്. അപ്പോൾ പോലും ഇവർക്ക് സംശയം തോന്നിയാണ് ഫോട്ടോ എടുത്തത്. പക്ഷെ അവർ ആ സമയത്ത് ഇവരെന്തായാലും പോലീസിനെ അറിയിക്കണമായിരുന്നു. അങ്ങനെയാണെന്നെങ്കിൽ നമുക്ക് ആ കുട്ടി ഇത്രയും ദൂരം പോകില്ലായിരുന്നു. പക്ഷെ എന്താണെങ്കിലും കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ കുട്ടിയെ കിട്ടി. അപ്പോൾ നിങ്ങളോടത് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. Thank you so much.